അപ്പൊ ഗൈസ്, ലാലേട്ടന്റെ ഹൃദയപൂർവ്വം എന്നുള്ള മൂവിയുടെ ടീസർ റിലീസ് ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അത് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കേൾക്കാം. Where are you from? Kerala. Oh, nice. I love Malayalam film industry. Oh. Very sensible. But my girlfriend, she's totally Bollywood style. Okay. You saw this stuff? I'm doing just for her. But I love Fafa, man. Papa. Fahad Fasil. Oh. Avesham, Kungalangi Nights. What a performance. Ice drama. Kadak. But we have good senior actors also. No. Only Fafa. Only Fafa? Yes. അടിപൊളി അടിപൊളി സംഭവം. എനിക്ക് ഫസ്റ്റ് തന്നെ ഇതിനകത്ത് കാണുമ്പോൾ ആദ്യമായിട്ട് പറയണമെന്ന് തോന്നിയത്, കാരണം ഇന്നലെ നമ്മുടെ വിൻസ്മിത എന്ന് പറഞ്ഞ ജ്വല്ലറിയുടെ പരസ്യം റിലീസായി പ്രകാശ് വർമ്മ ചെയ്തിട്ടില്ല. ഈവൻ അതിൽ ആ അപ്പിയറൻസ് ആണ് അത്. ശരിക്കും ഇതിന്റെ സെറ്റിലായിരിക്കും ലാലേട്ടൻ ചിലപ്പോ. അതെ അതെ അതെ. എന്താണെന്നറിയോ, ഇത് കാണുമ്പോഴും ഇന്നലത്തെ ലാലേട്ടനെ കണ്ട ആ ഒരു ഇമ്പാക്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഞാനത് നമ്മളത് എല്ലാവരും ഭയങ്കര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സംഭവം. അതൊരു ഭയങ്കര പൊളിറ്റിക്കലി മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വരായിരുന്നു. അപ്പൊ ഹൃദയപൂർവ്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ലാലേട്ടന്റെ ആ ഒരു പഴയ ഒരു മാനറിസംസ് കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് ഇങ്ങനെ വരുന്ന ഒരു ഫീല് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ദെൻ എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് അതിന്റെ ന്യൂസ് കേട്ടപ്പോഴേ തോന്നിയിട്ടുള്ള ഒരു കാര്യം സംഗീത് പ്രതാപിന് കിട്ടിയ ഒരു ലൈഫിനെ കുറിച്ചാണ്. എന്റെ അമ്മ, നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ലാലേട്ടന്റെ കൂടെ നിന്ന് അല്ലെങ്കിൽ അഭിനയിക്കാൻ പറ്റുന്ന വലിയ കാര്യം. അപ്പൊ അതെന്ന് വെച്ചാൽ നമ്മളൊക്കെ ലെജൻഡറി ആയിട്ട് ഇങ്ങനെ കണ്ട് ചെറുപ്പകാലം തൊട്ടേ ഇങ്ങനെ ആരാധിച്ച് കണ്ടിട്ടില്ല. അങ്ങടേക്ക് എത്താൻ പറ്റുന്നുണ്ട്. അതിന് പിന്നില് സംഗീത് പ്രതാപിന്റെ പരിശ്രമങ്ങൾ ഒരുപാട് ഇതിലേക്ക് എത്തിയതിന് പിന്നിൽ ഉണ്ടായിരിക്കും ഈ നിലയിലേക്ക് എത്തിയത്. എങ്കിൽ പോലും അതേക്കുറിച്ചൊന്ന് മെൻഷൻ ചെയ്യാനാണ് എനിക്ക് തന്നെ ഫസ്റ്റ് തോന്നുന്നത്. ദെൻ നമുക്ക് ഓരോരുത്തരിലേക്ക് വരാം. എനിക്ക് തോന്നിയ കാര്യം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, തുടരും എന്ന സിനിമയ്ക്ക് ശേഷം മോഹൻലാൽ ചെയ്യുന്ന അടുത്ത ഫാമിലി മാൻ റോൾ, അതെ, ബെൻസ് എന്നുള്ള കഥാപാത്രം, അത് കൊടൂരമായ കഥാപാത്രത്തിന് ശേഷം മോഹൻലാലിന് വരുന്ന പുതിയൊരു വെറൈറ്റി കോൺസെപ്റ്റ്, കുറച്ച് കോമഡി പാക്ക് ഒക്കെ ആയിട്ടുള്ള ത്രില്ലർ. കണ്ടിട്ട് ത്രില്ലർ പോലും തോന്നില്ല, എല്ലാ ഓഡിയൻസിനും സ്വീകരിക്കാൻ പറ്റുന്ന വളരെ കൂളായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ലാലേട്ടനെയാണ് നമ്മളിതിൽ കാണുന്നത്. എനിക്ക് തോന്നുന്നത് സത്യന്തിക്കാടും മോഹൻലാലും തമ്മിൽ അവസാനം ചെയ്ത സിനിമ എനിക്ക് തോന്നുന്നത് എന്നും എപ്പോഴും എന്നുള്ള സിനിമയാണെന്ന് തോന്നുന്നു. അതിനുശേഷം ഈ കൂട്ടുകെട്ട് ഉണ്ടായിട്ടില്ല, എന്നും എപ്പോഴും ആയിരിക്കും. പിന്നെ സത്യന്തിക്കാടിന്റെ അവസാന പടം ലൈക്ക് ജയറാമിന്റെ മകൾ അതോ സിനിമ ശേഷം പിന്നെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വരുന്നത്. സോ അസ് എ ഡയറക്ടർ നിലയിൽ സത്യന്തിക്കാടിന്റെ ഒരു കംബാക്ക് മൂവി ആവട്ടെ എഗെയിൻ എന്ന് പറയാം. മോഹൻലാലിന്റെ ടൈമാണ് ഇപ്പോ എല്ലാം കൊണ്ടും. അല്ല, ലാലേട്ടന്റെ ടൈം എന്ന് പറഞ്ഞ സമയം ലാലേട്ടൻ എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാ സമയത്തും ലാലേട്ടൻ അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ. ഇത് സീനിയേഴ്സിന്റെ ഗെയിമാണ്. പിള്ളേര് കളിക്കേണ്ട കളി പിള്ളേര് കളിച്ചാൽ മതി. ലാലേട്ടനായിട്ട് പ്രത്യേകിച്ച് ഒരു സമയം വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അപ്പ് ആൻഡ് ഡൗൺസ് ഈ പറഞ്ഞ പോലെ മൂവീസിലും ചിലപ്പോ ചിലരൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും മലയാളികളുടെ അല്ലെങ്കിൽ ജനഹൃദയങ്ങളുടെ മനസ്സിൽ ലാലേട്ടന് ഈ പർട്ടിക്കുലർ ടൈമിന്റെ ആവശ്യമില്ല തോന്നുന്നു. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. തീർച്ചയായിട്ടും എനിക്ക് ഒരു നമ്മുടെ 80s ഉള്ള ലാലേട്ടനെ തിരിച്ചു കിട്ടിയൊരു വൈബ്. കാരണം ഇങ്ങനെ കാണുമ്പം ഈ മറ്റേ സത്യം പറഞ്ഞ വിശന്നിരിക്കുന്ന സമയത്ത് ചോറും പരിപ്പ് കറിയും കഴിക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതായത് നമ്മുടെ നാടൻ ഫുഡ് കഴിക്കുന്നത്. അതായത് മൂപ്പര് എങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ എനിക്ക് ഇതിൽ കാലങ്ങൾക്ക് ശേഷം നമുക്ക് നമ്മുടെ ചിന്താവിഷ്ടയായ ശ്യാമളനെ തിരിച്ചു കിട്ടുന്നു. അതെ, ആക്ട്രസ് സംഗീതല്ലേ? അതെ. അല്ല, ഇവര് വേറെ അന്യഭാഷയിലൊക്കെ ചെയ്യുന്നില്ലേ പടങ്ങള്, അതോ മലയാളം സ്റ്റോപ്പ് ഏതാണോ? മലയാളത്തിൽ തന്നെ ഇപ്പൊ കഴിഞ്ഞ ലാസ്റ്റ് ഇയർ ഇറങ്ങിയ മൂവി ഏതോ ഒരു മൂവി ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് ആളുണ്ടായിട്ടുണ്ട്. തിരിച്ചു വരുന്നതായിട്ട് നോട്ടീസ് ചെയ്യുന്നത്. ശരി, കംബാക്ക് എന്ന് പറയുമ്പോ ഈവൻ ലാലേട്ടന്റെ ഒപ്പം വരുമ്പോഴായിരിക്കുമല്ലോ നമ്മളത് കംബാക്ക് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടായിരുന്നു. ഈ പടത്തിന്റെ ഇമ്പാക്ട് പോലെ ഇരിക്കും അതോ. ഐ മീൻ ഇതിന്റെ സീൻ ആദ്യത്തെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ആ ലാലേട്ടന്റെ എക്സ്പ്രഷൻസ് അങ്ങനത്തെ കുറെ സാധനങ്ങളോ, അത് ഈ പണ്ട് നമ്മളിപ്പോ വന്ദനത്തിലല്ലേ ആ സീനുള്ളത്, ആ പള്ളിയിൽ കയറിയിട്ടുള്ള ഒരു സീൻ ഉണ്ടല്ലോ, ആ കല്യാണം മുടക്കിയിട്ടുള്ള. അതെ അതെ അതെ, അത് മാത്രമല്ല കസേര വെച്ച് കളിക്കുന്നത് അതുണ്ട്. അതല്ല മുഖത്ത് വരുന്നൊരു ആള് മാറി എന്ന് പറഞ്ഞപ്പോ സങ്കടം, ദേഷ്യം, പിന്നെ പേടി, ഇവിടുന്ന് അടി കിട്ടുമോ എന്നുള്ള, അയ്യോ അത് ഭയങ്കര എക്സ്പ്രഷൻ ആണത്. അല്ല, പിന്നെ മോഹൻലാൽ സിദ്ദിഖ് കൂട്ടുകെട്ട് ഇതിനകത്ത് ഇതിലെ കാസ്റ്റിംഗ് പറഞ്ഞോല്ലേ, ശരിയാണ്. കാസ്റ്റിംഗിൽ ഒരു കാര്യം കൂടി, എനിക്ക് പട്ടം പോലേക്ക് ശേഷം മാളവിക മോഹനനെ വളരെ ക്യൂട്ടായിട്ട് അവതരിപ്പിച്ചത് ഇതിലാന്ന് തോന്നുന്നത്. കാരണം എന്ത് രസം കണ്ടിരിക്കാം. നമ്മൾ ഇതിനു മുമ്പ് രാജാസാബിന്റെ ട്രെയിലർ കണ്ടിട്ടുണ്ട്, ടീസർ കണ്ടിരുന്നു. പക്ഷെ അതിലൊന്നും ഒരു എഫക്ട് എനിക്ക് തോന്നിയില്ല മാളവിക മോഹനെ കാണുന്ന സമയത്ത്. ഇതിൽ ഭയങ്കര ക്യൂട്ടായിട്ട് കാണുന്നുണ്ട്. അതായത്
എന്തോ ഈ റോളിൽ കറക്റ്റ് ഇരിക്കുന്ന പോലെ, കറക്റ്റ് പ്ലേസ്ഡ് ആയ പോലെ. ഓ ആ കോമ്പിനേഷൻ ഇത് ഭയങ്കര ഭാഗ്യാട്ടോ. പക്ഷെ കഴിവുകൊണ്ടാണ്. ഇത് പടത്തിൽ എങ്ങനെ വർക്ക്ഔട്ട് ആവുന്ന അറിയില്ല. പണ്ടിപ്പോ നമ്മൾ നാടോടിക്കാട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു പ്രയോഗമായിരുന്നു ദാസനും വിജയനും. ഈവൻ സ്റ്റിൽ നമ്മളത് എപ്പോഴും നമ്മളൊരു എവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂസേജ് ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ. ഇതിലിപ്പോ ആദ്യത്തെ പോസ് ചെയ്തോണ്ടെന്ന് അറിയില്ല, ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് പട്ടാളക്കാരെ കാണിക്കുന്നുണ്ട് ഇല്ലേ? അത് ആ കഥയായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു, ഒരു ആർമി സ്ഥലം പോലെ കാണിക്കുന്നത്. സസ്പെൻസ് ആയിരിക്കട്ടെ. അതെ, അങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ അതിലേക്ക് പോകണ്ടല്ലേ, ഡീകോഡിങ് ചെയ്യണ്ട. ഡീകോഡിങ് വേണമെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത വേറൊരു എപ്പിസോഡ് ആലോചിക്കാം. തുടക്കം തന്നെ നമ്മള് ഫഫയെ കുറിച്ചിട്ടുള്ള ആ ഒരു ഡയലോഗ് പൊതുവെ എല്ലാരും ഫസ്റ്റ് കിട്ടുന്ന സാധനം ഫാഫയാണ്. ഇപ്പൊ അത് വേറൊരു ഒരു ഇന്റർവ്യൂലോ എവിടെയോ ലാലേട്ടനോട് ചോദിക്കുന്നുണ്ടല്ലോ, ലാലേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുതുമുഖ നടൻ ആരാന്ന് ചോദിക്കുന്നത്. അത് ദുൽഖർ ആണോ ദെൻ ആരാ പ്രണവാണോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് അപ്പൊ ദുൽഖറിന് ഇഷ്ടമാണോ പ്രണവിന് ഇഷ്ടമാണോ, പക്ഷെ എനിക്ക് ഇവരെക്കാൾ കൂടുതൽ എനിക്കിഷ്ടം ഫഹദ് ഫാസിലിന്റെ അഭിനയം എന്ന് പറയുന്ന ഒരു സാധനം. അത് എവിടേക്കോ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഫഹദ് ഫാസില് ഒരു ഇന്റർവ്യൂവിൽ എങ്ങാണ്ട് തിരിച്ചു പറയുന്ന ഒരു സംഭവം ഉണ്ട്. ലാലേട്ടന് ശേഷം ഇല്ല, അതാണ് മൂപ്പര് പറയുന്നത്. ഭയങ്കര ഒരു ഇവാൻടൈക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കും ഒരു ഭയങ്കര പ്രൗഡ് ഫീൽ ആണ് സംഭവം. അപ്പൊ എന്തായാലും പടം എനിക്ക് നല്ല ഈ ഓണത്തിന് റിലീസാന്ന് തോന്നുന്നു അല്ലേ? റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ടോ? നല്ല ടീമുമായിട്ടാണല്ലോ മുട്ടാൻ പോകുന്നത്. ബബ്ബ, ഹൃദയപൂർവ്വം, പഴയ എല്ലാരും ഫോമിലേക്ക് ഐ തിങ്ക് ആണെന്ന് തോന്നുന്നു. നല്ല പടമാണെങ്കിൽ എല്ലാരും കാണും. ഓഗസ്റ്റ് 28, അതെ, ഓണം റിലീസാണ് അടുത്ത മാസം. മോഹൻലാലിന്റെ കുറെ കാലത്തിന് ശേഷം ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു പടം ജനാർദ്ദനും ഉണ്ട് അല്ലേ? അത് എങ്ങനെ പോവാതിരുന്നാന്ന് വെച്ചാല് ഇപ്പോ സത്യനന്ദിക്കാട് ഫിലിംസ് ഒക്കെ ചിലപ്പോ നമ്മള് 2008 വന്നപ്പോ സ്നേഹവീട് ആ സമയത്തൊക്കെ ചെയ്ത കുറച്ച് മൂവീസ് ഉണ്ട്. ഇപ്പൊ അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. മകൾ എന്ന് പറഞ്ഞ അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് സംഭവം അല്ലാതെ ഒരു പുതിയ രീതിയിലേക്കുള്ള അതായിരിക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ല, ഇപ്പൊ സത്യനന്ദിക്കാട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പ്രകാശൻ അതുപോലെ ജോമോന്റെ സുവിശേഷങ്ങളൊക്കെ സത്യനന്ദിക്കാടിൽ തന്നെ പോയതാണ്. അതെ അതെ അതെ, അത് ശരിക്കും അതൊരു അതെ, എസ്പെഷ്യലി ഞാൻ പ്രകാശൻ അതൊക്കെ ഒരു പുതിയ ജോണറിലേക്ക് വന്നിട്ട് നമ്മളെ ഭയങ്കര എന്റർടൈൻ ചെയ്യിച്ചു. എടാ ടിപ്പിക്കൽ എന്തോന്നടെ എക്സ്പ്രഷൻ. എന്തോന്നടെ നമ്മളെ കുറെ പടങ്ങളിൽ വന്നിട്ടുണ്ട് തോന്നുന്നില്ലേ, ഒരു ട്രിവാൻഡ്രം സ്ലാങ് പോലെ വരുന്നത്. എന്നാൽ കോമൺലി നമുക്ക് എവിടെയും ലാലേട്ടൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് അനായാസം യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളതായി. ഇതിനകത്ത് ആദ്യത്തെ പറഞ്ഞ പോലെ എടാ ഒരു മിനിറ്റ്, ഇതിന്റെ ഒരു ഇത് 180p ആണെങ്കിൽ ഇതിന്റെ ഒരു 240p നമ്മൾ 2 ദിവസം മുമ്പ് ചെയ്ത ട്രെയിലറിൽ ഉണ്ടായിരുന്നു. എന്തോന്നടേ, ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും? അത്രയും പറയുന്നുള്ളൂ, കാരണം അവരെയൊന്നും കഴിവിനെയോ അതിനോ പരാമർശിക്കാൻ ആൾക്കാരല്ല. അതുകൊണ്ട് അവിടെ പറഞ്ഞു നിർത്തുന്നു. മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാക്കാം, അല്ലാത്തവർക്ക് കൊള്ളാം. അത്രയും മതി. നമ്മളെ പൊസിഷനും കൂടി കണക്കാക്കിയിട്ടാണല്ലോ അല്ല, നമ്മള് പക്ക ഓഡിയൻസ് ആണ്. അതിന്റെ മുകളിൽ ഒന്നുമില്ല. നമുക്ക് ഒരു പരിപാടി അറിയില്ല, നമുക്ക് ഒരു ഇതിൽ നമ്മൾ ഓഡിയൻസിന്റെ കണ്ണിൽ കാര്യം പറയുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ ആസ്വാദകരാണ്. അതെ, ജസ്റ്റ് നമുക്ക് തോന്നുന്ന ഒപ്പീനിയൻസ് പറയുന്നത് മാത്രം. അതിനർത്ഥം നമ്മൾ അതിന് മുകളിലാണെന്നും നമ്മൾ അതിനിങ്ങനെ നോക്കി കാണാൻ ആഗ്രഹിക്കുന്നു. പിന്നെ മറ്റൊരാളുടെ കഴിവുകൾ ഒരിക്കലും നമ്മള് കുറച്ച് കാണാൻ പാടില്ല. അത് ഒട്ടും ശരിയല്ലല്ലോ. അത് നമ്മൾ പരിശ്രമിച്ചിട്ട് എവിടെയെങ്കിലും എത്താൻ പറ്റുമോ ശ്രമിക്കുക എന്നുള്ളത്. കാരണം എല്ലാവർക്കും അവരുടേതായ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടായിരിക്കും. ഒന്നും മോശമല്ല, അതിനൊരു താരതമ്യം ചെയ്യാൻ പറ്റുമായിരിക്കും, കമ്പയറബിൾ ആയിരിക്കും എന്ന് മാത്രം. അത്രേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് എവരിവൺ. ചോക്ലേറ്റ് ബോയ് ആണോ മോഹൻലാൽ? അതറിയില്ല, ഒന്നും പറയാൻ പറ്റില്ല. CTMRI അല്ലേ, ആക്സിഡന്റ് സീൻ എന്തോ അതൊരു ഹോസ്പിറ്റൽ സീനാണ്. അത് ഹിന്ദിയിലാണ് കാണിക്കുന്നത്, നോട്ട് ഇൻ കേരള. ഇത് എനിക്ക് തോന്നുന്നു കഥയുടെ പശ്ചാത്തലം അങ്ങനെ എന്തോ ആണ്. നേരത്തെ സൈനിക ക്യാമ്പ് പോലെ അങ്ങനെ എന്തോ കാണിച്ചു. എന്താ പറയാ, അതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ പ്രഡിക്ഷൻസിലുപരി നമുക്ക് വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. അതായിരിക്കും ഒരു എക്സ് മിലിറ്ററി എന്തോ ആണ്. മാമൻ ഭയങ്കര പ്രഡിക്ഷനിലാണല്ലോ. മാമൻസ് ഡീകോഡിങ് അല്ല, ഒരു മെയിൻ ഒരു ക്യാമ്പിന്റെ ഒരു നോർത്തേൺ സൈഡിലുള്ള രാവിലെ മഞ്ഞൊക്കെ ഉള്ള ഒരു ക്യാമ്പിന്റെ ഫീൽ ഒക്കെ കിട്ടുന്നത്. പക്ഷെ അതിലൊന്നും ആയിട്ടില്ല ഇതിന്റെ കാര്യം ഇരിക്കുന്നത്. അത് ലാലേട്ടനെ നമ്മൾ നേരത്തെ കണ്ട മിന്നി പറഞ്ഞ അതാ വരുന്നു. അല്ല പിന്നെ അപ്പൊ അങ്ങനെ ഹൃദയപൂർവ്വം മൂവിയുടെ ടീസർ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഏറെ പ്രതീക്ഷയോടുകൂടി എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. ഈ ഓണത്തിന് ഒരു ഭയങ്കര സക്സസ്ഫുൾ റിലീസ് ആയത് മാറട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ.
ഹോപ്പ് യു ഗൈസ് ഹാവ് എൻജോയ്ഡ് ദ വീഡിയോ. ഒരുപാട് നല്ല മെമ്മറീസും മൊമെന്റ്സും പിന്നെ ഇതുപോലുള്ള കുറച്ച് നല്ല കോണ്ടന്റ്സും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ഈ ചാനൽ. ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അടുത്ത എപ്പിസോഡ് കാണാനും ഇതുപോലുള്ള കോണ്ടന്റ്സ് തുടർന്ന് കാണാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. The only intention is to entertain you guys, so keep watching, keep supporting. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. Yeah.